ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കാം ഭാവി കാര്യങ്ങൾ എന്നുള്ളത് ഇരു രാജ്യങ്ങളും വളരെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വലിയ ഉഭയകക്ഷി സന്ധികൾക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കൂടെ അമേരിക്കയും ഒപ്പം നിൽക്കുന്നു. എന്നാൽ പോലും പാകിസ്ഥാൻ ഇപ്പോഴും അടിയറവ് പറയാത്തതാണോ ഇന്ത്യയുടെ പ്രശ്നം? എന്നാൽ ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനവും പാകിസ്ഥാൻ ഉയർത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത് ഇന്ത്യ പറയുന്ന ഏതൊരു കാര്യവും അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്നാണ്. എന്നാൽ പാകിസ്ഥാൻ വീണ്ടും ആക്രമിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യ ആക്രമിച്ചാൽ അതേപോലെ തന്നെ തിരിച്ചടിക്കുമെന്നുള്ളതാണ് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധങ്ങൾ വർഷങ്ങളായി നീണ്ടു നിൽക്കുകയാണ്. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം പഹൽഗാമിൽ നടന്ന അക്രമം വളരെ വേദനാജനകമായ കാര്യമായിരുന്നു. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമാണോ പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത്? പാകിസ്ഥാനിലെ സാധാരണക്കാരെ വരെ സങ്കടത്തിലാഴ്ത്താൻ കാരണമായ പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യൻ സേന ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകുകയും ചെയ്തു. അതിൽ പൂർണ്ണമായും തീവ്രവാദികളെയാണ് ഇന്ത്യൻ സേന ഇല്ലാതാക്കിയത്. എന്നാൽ അതിന്റെ പേരിൽ ഇന്ത്യൻ രാജ്യത്തെ ഇല്ലാതാക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ച ഓരോ പ്രവൃത്തിക്കെതിരെയും ശക്തമായ രീതിയിൽ തന്നെ ഇന്ത്യ തിരിച്ചടി നൽകി. അമേരിക്കയും ഇസ്രായേലും അതുപോലെ തന്നെ റഷ്യയും ഇന്ത്യയുടെ കൂടെ നിന്നു. ഈ രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് പാകിസ്ഥാന്റെ നീചപ്രവൃത്തികളെ തുറന്നു കാട്ടിയപ്പോൾ ഇപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഇന്ത്യയുടെ ഏത് ഉത്തരവിനെയും ന്യായീകരിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും പാകിസ്ഥാൻ രംഗത്ത് വരുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ശക്തമായിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വലിയ സംശയങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. കശ്മീർ ഭീകരവാദം, ജല പങ്കിടൽ, വ്യാപാരം എന്നിവയുൾപ്പെടെ രണ്ട് അയൽ രാജ്യങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി ഇന്ത്യയുമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് തിങ്കളാഴ്ച സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിനും ഇന്ത്യയുടെ പ്രതികാര നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം അതിർത്തി കടന്നുള്ള വെടിവെപ്പ് നിർത്താൻ ഇന്ത്യയും പാകിസ്ഥാനും സമ്മതിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഷെരീഫിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. തന്റെ 4 രാഷ്ട്രീയ പര്യടനത്തിന്റെ 2ാം പാദത്തിനിടെ ടെഹ്റാനിൽ വെച്ചാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ കശ്മീർ പ്രശ്നവും ജലപ്രശ്നവും ഉൾപ്പെടെയുള്ള എല്ലാ തർക്കങ്ങളും ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ഞങ്ങൾ കൂടുതലായി ആഗ്രഹിക്കുന്നു. കൂടാതെ വ്യാപാരം, ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം എന്നിവയിൽ അയൽക്കാരനുമായി സംസാരിക്കാനും ഞങ്ങൾ ഇപ്പോൾ തയ്യാറാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മാസം ആദ്യം ഇന്ത്യ നടത്തിയ കൃത്യമായ സൈനിക അക്രമങ്ങളെ തുടർന്ന് ഇന്ത്യയുമായി ചർച്ചകളിൽ ഏർപ്പെടാൻ പാകിസ്ഥാൻ വീണ്ടും സന്നദ്ധത പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയും ചെയ്തു. എന്നിരുന്നാലും പാകിസ്ഥാനുമായുള്ള ഏത് സംഭാഷണവും പാക് അധിനിവേശ കശ്മീരിന്റെ തിരിച്ചുവരവിലും ഭീകരവാദ വിഷയത്തിലും മാത്രമായി പരിമിതപ്പെടുത്തുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. കശ്മീരിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ വ്യക്തമായ നിലപാടുണ്ട്. ഒരു കാര്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ: പാക് അധീന കശ്മീർ തിരിച്ചുവരവ്. മറ്റൊന്നും സംസാരിക്കാനില്ല. തീവ്രവാദികളെ കൈമാറുന്നതിനെ കുറിച്ച് അവർ സംസാരിച്ചാൽ നമുക്കും സംസാരിക്കാം. മറ്റ് വിഷയങ്ങളൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, സർക്കാർ വിവിധ മാധ്യമങ്ങളോടായി പറഞ്ഞു. കശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനത്തിന് വ്യക്തമായ മറുപടിയായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏതൊരു ചർച്ചയും 3ാം കക്ഷിയുടെ പങ്കാളിത്തമില്ലാതെ ഒരു ഉഭയകക്ഷി വിഷയമായി തുടരണമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനുമൊത്തുള്ള സംയുക്ത പത്രസമ്മേളനത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യ യുദ്ധത്തിന്റെ പാത തിരഞ്ഞെടുത്താൽ പാകിസ്ഥാൻ പ്രതികരിക്കുമെന്നുള്ള മുന്നറിയിപ്പും നൽകിയിരുന്നു. പക്ഷേ അവർ ആക്രമണകാരികളായി തുടരാൻ തീരുമാനിച്ചാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ പ്രദേശം സംരക്ഷിക്കും, അദ്ദേഹം പറഞ്ഞു. പക്ഷേ അവർ എന്റെ സമാധാന വാഗ്ദാനം സ്വീകരിച്ചാൽ ഞങ്ങൾ ശരിക്കും സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും ഗൗരവത്തോടെ ആത്മാർത്ഥതയോടെയും കാണിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വ്യക്തമായ ധാരണ ഏത് രീതിയിലായിരിക്കും എത്തുക എന്നുള്ളതെല്ലാം കണ്ടു തന്നെ അറിയണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ശക്തമാകുന്ന ഒരു സാഹചര്യം
ഇനിയും നിലനിൽക്കുമോ എന്നുള്ളതും വ്യക്തമായി ആർക്കും അറിയില്ല. എന്നാൽ പോലും പാകിസ്ഥാനോട് ഇന്ത്യ കാണിക്കുന്ന മര്യാദ തിരിച്ച് പാകിസ്ഥാൻ കാണിക്കുകയാണെങ്കിൽ ഇന്ത്യ തീർച്ചയായും യുദ്ധം അവസാനിപ്പിക്കും. എന്നാൽ പാകിസ്ഥാൻ കാണിക്കുന്ന നീച പ്രവർത്തികൾക്ക് പകരമായി ഇന്ത്യ പൂർണ്ണമായി തന്നെ തിരിച്ചടിക്കുമെന്നുള്ളതും തീർച്ചയാണ്. ഇന്ത്യയിൽ കടന്നു കയറിയ ഭീകരവാദികളെ ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളത് ഇന്ത്യൻ സേനയുടെ ലക്ഷ്യമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സേന അത് പൂർണ്ണമായും നടപ്പിലാക്കുകയും ചെയ്തു. തീർച്ചയായും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിനെ എതിർക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യൻ സേന അംഗങ്ങളുടെയും ഒരു ദൗത്യം തന്നെയാണ്. പഹൽഗാമിൽ നമ്മൾ കണ്ട അക്രമം വളരെയധികം വേദനാജനകമായ ഒരു കാര്യം തന്നെയായിരുന്നു. അതിന് കാരണക്കാരായ ഏതൊരു ഭീകരവാദിയെയും ഇല്ലാതാക്കിയത് ഇന്ത്യയുടെ അഭിമാനത്തിന് തുല്യം തന്നെയാണ്. അതിനാൽ തന്നെ അതുമൂലമല്ല യുദ്ധമുണ്ടായത്. പാകിസ്ഥാൻ വീണ്ടും ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോഴും യുദ്ധമുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ തീർച്ചയായും ഇത്തരത്തിലുള്ള യുദ്ധസമാനമായ അല്ലെങ്കിൽ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവരെ വീണ്ടും പിന്തുണയ്ക്കുകയാണെങ്കിൽ യുദ്ധമുണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുമെന്നുള്ളതും തീർച്ചയാണ്.